ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായി കാണുന്നു വിചാരിക്കണു. യെസ്, ചില്ലി ഗോപിയാണ്. നമുക്ക് ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ഗോപി ഉണ്ടാക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഞാനിവിടെ ഒരു 1 kg കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. വേസ്റ്റൊക്കെ പോയിട്ട് ഏകദേശം ഒരു 3/4 കിലോ ഉണ്ടാവും. അതിങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത കോളിഫ്ലവർ നല്ലതുപോലെ തിളപ്പിച്ച വെള്ളത്തിലിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലതുപോലെ ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചൂടുവെള്ളത്തിൽ 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുത്താൽ മതി. നമുക്കതിൽ വെള്ളമില്ലാതെ കോരി മാറ്റി എടുക്കാം. അതിനുശേഷം ഇതിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. ഞാനൊരു ബൗളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. നമ്മൾ കോളിഫ്ലവർ ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത കാരണം അതിൽ കുറച്ച് ഉണ്ടാവും. അപ്പോൾ കുറച്ച് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതിലോട്ട് 1 കപ്പ് കടലമാവ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നിങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ആവാനായിട്ടാണ്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് വെള്ളം മതി, ലൂസായി പോകരുത്. കട്ടിയായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. പോരെങ്കിൽ ഈ സമയത്ത് ഇടാവുന്നതാണ്. ഇതിലോട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി, കറിവേപ്പില തന്നെയാണ് കേട്ടോ വേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത്. ഇതിലേക്ക് ഒരു മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഒരു മുട്ട മതി. ഒരെണ്ണം കൂടെ ഒഴിച്ചു കൊടുത്താൽ വല്ലാണ്ട് ലൂസാവും. അഥവാ ബാറ്ററി ടൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഇതിലൊന്നും ഇത് ഹാർഡായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു മുട്ട കറക്റ്റാണ്. നമ്മുടെ മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതുപോലൊരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കത് ഓരോന്നിട്ട് കുറച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിടാതെ കുറച്ചീശ വേണം ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു 3-4 വട്ടമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മസാല മിക്സ് തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാവുന്നതാണ്. ഇവിടെ മണം പിടിച്ച് തിന്നാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അത് കാരണം ഞാൻ ഇടാഞ്ഞത്. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫീഡ്ബാക്സ് ഒന്ന് കമൻറ്റായി അറിയിക്കാൻ മറക്കാതെ മടിക്കാതെ ഒന്ന് ചെയ്തോളൂ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വിചാരിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് ചെയ്തോളൂ. ആരൊന്നും പറയില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.